ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റോസ് ബെൻ വ്ളോഗിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു രാവിലെയായി എൻ്റെ മുഖത്ത് നല്ല വലിയൊരു കുരു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. രാവിലെ എഴുന്നേറ്റ് ചെടിയൊക്കെ നനച്ച്, വളരെ കുറച്ച് ലിവിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ വീട്ടിലുള്ളത്. ചെടിയൊക്കെ നനച്ച് ട്രാവൽ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സൊവീനിയേഴ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് നേരെ വെച്ച്. എന്തിനാണ് എന്ന് മനസ്സിലായോ? യെസ്, അടുത്ത സൊവീനിയർ വെക്കാനുള്ള ടൈമായി. നല്ല ഒരു ഡേ ആയിരുന്നു. ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. എവിടേക്കാന്നല്ലേ? യെസ്, ആഫ്റ്റർ കുറേ നാളത്തെ വെയിറ്റിന് ശേഷം അടുത്തൊരു വെക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ട്രെയിൻ കയറി സ്യൂറിഹ് എയർപോർട്ടിൽ നിന്നല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ബാസൽ എയർപോർട്ടിൽ നിന്നാണ് പോയത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ കയറിയിട്ട് ബാസലിലെത്തി അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ബാസലിലേക്കൊരു 1 മണിക്കൂർ ദൂരമാണുള്ളത്. പിന്നെ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകണം. Where are we going, Rose? വെക്കേഷൻ. I'd like to jump into this and swim in those tiny bottles and drink all of them. It's all alcohol? Yes. Oh my god. Appa will be like, It's 450 each. സ്യൂറിഹ് എയർപോർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ബാസൽ എയർപോർട്ട് അത്ര ഭയങ്കര, എനിക്ക് സ്യൂറിഹ് എയർപോർട്ട് തന്നെയാണ് കാണാനും സൗകര്യങ്ങൾക്കൊക്കെ ഇഷ്ടം. പക്ഷേ ബാസൽ എയർപോർട്ടിൽ നിന്ന് കുറേ ഫ്ലൈറ്റ്സ് ഉണ്ട് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക്, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറേ ഫ്ലൈറ്റ്സ് ഉണ്ട്. അത് തന്നെയല്ല, പ്രൈസ് കുറച്ചും കൂടി കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് അബദ്ധമാണ് പറ്റിയത്. കാര്യം ഞങ്ങൾ എക്സ്ട്രാ ലഗേജും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്തായിരുന്നു. നമുക്ക് ഒരു ഇവൻറ്റിനാണ് നമ്മൾ പോകുന്നത് ആദ്യം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എക്സ്ട്രാ ലഗേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് ഒന്നും നമുക്കുണ്ടായില്ല. കുറച്ചും കൂടി കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഫ്ലൈറ്റ് നല്ല തിരക്കായിരുന്നു കേട്ടോ. ബിക്കോസ് ഇപ്പോൾ ഇവിടെ സ്പ്രിങ് തുടങ്ങി. അപ്പോൾ ആൾക്കാർക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. അതുതന്നെയല്ല, ഇപ്പോൾ ഈ ബാച്ചിലേഴ്സ് പാർട്ടിയും അതും ഇതുമൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇത് കാണിക്കാമെന്ന്. അപ്പം പോവല്ലേ? യെസ്, ടു വലൻസിയ. Vaporizadores y otros cigarrillos electrónicos. Veuillez garder votre ceinture de sécurité attachée jusqu'à l'extinction du signal lumineux. Nous vous recommandons de garder votre ceinture de sécurité attachée. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എപ്പോഴും ഭയങ്കര അത്ഭുതമുള്ള കാര്യങ്ങളാണല്ലേ. ഞാൻ എത്രയോ തവണ ഇപ്പം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നും ഒരു കുട്ടിയുടെ പോലെ ഞാൻ നോക്കിയിരിക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് സ്വിസ് ആൽപ്സ് ആട്ടോ. ഇപ്പോഴും മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ആ ഒരു ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽപ്സ്. അങ്ങനെ ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് മേടിക്കും. ഞങ്ങൾ ചെറിയൊരു സ്റ്റാർട്ടേഴ്സ് പോലത്തെ ഒരു സ്നാക്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ് ടീം മേടിച്ചു. പിന്നെ നമ്മൾ ഒരു സീരീസൊക്കെ കണ്ടിട്ട് ഇരിക്കുമായിരുന്നു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകൾ. ഞങ്ങളിപ്പോൾ പോകുന്നത് ആദ്യത്തെ ദിവസം ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്കൊരു വെഡ്ഡിങ് ഉണ്ട്. പാവലിൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങാണ്. അപ്പോൾ ആ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർബിഎൻബിയിലേക്ക് മാറും. എന്നിട്ട് നമ്മളവിടെ ഒരു 4 days സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോളണ്ടിലേക്ക് പോകും പാവലിൻ്റെ ഫാമിലിയുടെ കൂടെ ഈസ്റ്ററിന്, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. അങ്ങനെ ഇവിടുന്ന് നമ്മൾക്ക് ബാസലിൽ നിന്ന് ശരിക്കും 1.5-2 മണിക്കൂറിൻ്റെ ട്രാവലാണ് ഉള്ളത്.
അങ്ങനെ നമ്മൾ വലൻസിയ എയർപോർട്ടിലെത്തി. ചെറിയ എയർപോർട്ടാണ്. ഇവിടെ നമുക്ക് ലഗേജ് വേഗം തന്നെ കിട്ടി. ഈസി ജെറ്റിലാണ് നമ്മൾ വന്നത്. ലഗേജും എടുത്തിട്ട് പിന്നെ നമുക്ക് വേറെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കാര്യം നമ്മൾ യൂറോപ്യൻ യൂണിയനിലായതുകൊണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. What? You miss opportunity. No. You should do meta vlog about someone doing vlog. Someone won? What? You should do meta video blogging. So video blog about someone who's video blogging. നമ്മളിപ്പോൾ വലൻസിയയിൽ തിരിക്കുകയാണ്. ആൻഡ് എയർപോർട്ടിൽ ഇറങ്ങി. ആൻഡ് നമ്മളിപ്പോൾ ഒരു കാപ്പി കുടിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ് റെൻറ്റൽ ചെയ്തിട്ടുണ്ട്. അത് പോയി എടുത്ത് എന്നിട്ട് വേണം അവിടുന്ന് ഹോട്ടലിലേക്ക് പോകാൻ. ഇന്ന് രാത്രി ഹോട്ടലും നാളെ നമുക്കൊരു വെഡ്ഡിംഗ് ഉണ്ട്. അപ്പം നാളെ ദെൻ വി ഗോ ടു Airbnb which we booked. അതാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് കാർ എടുത്തിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഗോൾഡ് കാറുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന കാറ് പാർക്കിങ്ങിൽ വന്ന് എടുത്ത് കാറ് ചെക്ക് ചെയ്ത് അവർ പറഞ്ഞിട്ടുള്ള ഡാമേജിലും കൂടുതൽ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് കാശുവും നമ്മുടെ ഇൻഷുറൻസ് കൊടുത്തിരിക്കുന്ന മണിയിൽ നിന്ന് കാശുവും. Can you put on GPS? Let there be light. What the hell? അമ്മേ, Well, very nice. I have a chair. nice room. I mean, tiny mini though, but good. ഹോട്ടലിൽ വന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പാവലിൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോയി. ഇവിടെ ടബാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് ബസ്സിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം കേട്ടോ. ആൻഡ് വി ക്യാൻ യൂസ് ഇറ്റ്. സോ ഓൾറെഡി 2 rides are going to be over. Yes. And then we can recharge. Yeah. So cheap, Rose. Yeah. 10 rides. Sube la cabeza entonces. No bajes la cabeza, súbela. Ponte el móvil así. നമ്മൾ കാറ് ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്തു. കാര്യം ബസ്സിൽ പോകാനായിട്ടാണ് നമ്മൾ വിചാരിച്ചത്. കാര്യം നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ബിയറൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ബസ്സിനാണ് പോയത്. അപ്പം സിറ്റിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാർ എടുത്തിട്ട് പോകാനായിട്ട്. നമ്മൾ മാനുവൽ കാറാണ് എടുത്തത്. പക്ഷേ മാനുവൽ ഓടിക്കാൻ പവലിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല ടഫായിരുന്നു. കാര്യം ഇവിടെ റോഡൊക്കെ ഭയങ്കര നാരോ ആണ്. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സെക്കൻഡ് ഡേ ഞങ്ങൾ ഇവിടെ വെഡ്ഡിങ്ങിന് പോയതും ഇവിടുന്നൊരു നമ്മളിപ്പോൾ താമസിച്ച സ്ഥലത്തു നിന്നൊരു 1.5 hours ജേണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വെഡ്ഡിങ്ങിന് പോയത്. അപ്പോൾ അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ഒരു റൗണ്ട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 6 exits ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആകെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയായിരുന്നു. Baby, this is the entrance, I think. ഞാൻ ഭയങ്കര വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് എസ്പെഷ്യലി എപ്പോൾ ട്രാവൽ ചെയ്താലും വിശപ്പിൻ്റെ ഒരു അസുഖം കൂടുതലാണ്. പക്ഷെ ഞങ്ങളന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മര്യാദയ്ക്ക്. ഇതാട്ടോ പാവലിൻ്റെ ഫ്രണ്ട്സ് കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്.
ഇവിടെ പോളണ്ടിലായിരുന്നപ്പോൾ. പക്ഷെ അവരിന്നും ഫ്രണ്ട്സാണ്. ഇവർ നമ്മുടെ സ്യൂറിക്കിലെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാം നിങ്ങൾക്ക്. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് കയറി. ഇവിടുത്തെ സ്പെഷ്യലായിട്ടോ പറ്റാറ്റാസ് ബ്രാവാസ്, അതായത് പൊട്ടറ്റോൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം, അഗ്വ ഡേ വലൻസിയ പറഞ്ഞിട്ടുള്ള ഈ ഒരു ജിന്നും ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കും ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തു. പിന്നെ ക്രോക്കറ്റ്സ് കഴിച്ചു. അതിങ്ങനെ ഫില്ലിംഗ് ഒക്കെ ഉള്ള കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ സ്ക്വിഡ് ഫ്രൈ ചെയ്തിട്ടുള്ളത് അതും കഴിച്ചു. പിന്നെ ബിയർ, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങി. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ചിൽ വൈബായിരുന്നു. പുറത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൾവേസ് നൈസ് യുനോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ആൻഡ് പിന്നെ വിശപ്പെന്നെ ഇങ്ങനെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതോ ഒരു ഒട്ടും കൊള്ളില്ലാത്തൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നിന്ന് അടുത്ത പയ്യ പറഞ്ഞിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ് കഴിച്ചത്. പക്ഷേ ഫ്രണ്ട്സായിട്ടുള്ള ടൈം ഭയങ്കര രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ 2 ബിയർ കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര രസമായിരിക്കുമല്ലോ. അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ജാക്കറ്റ് നമ്മൾ എന്തായാലും എല്ലാവരും ഇട്ടിട്ടുണ്ട്. പക്ഷേ വിൻ്റർ എന്ന് പറയാൻ പറ്റില്ല, സ്പ്രിംഗ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇവിടെ നല്ലൊരു വെതറാണ് ഫീൽ ചെയ്തത്. ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പം കുറച്ച് നമ്മുടെ നാട്ടിലെ പോലെ മുടിയൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. കാര്യം ഹ്യൂമിഡിറ്റി ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ വരുന്നത്. ഇപ്പം ഞാൻ ഈ സിറ്റി സെൻറ്ററിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടിയിട്ടാണ്. നമുക്കിവിടെ നിന്ന് പല ഓൾഡ് ടൗണിലേക്കും പല സ്ഥലത്തേക്കും പോകാം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരും. കാര്യം ഞങ്ങൾ അവിടേക്ക് വിശദമായിട്ട് പോകാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക് പോലത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് കുറേ നാളത്തെ വിശേഷങ്ങളും As your lawyer advised you not to. I'm not going. My client is gonna restrain from comments. There is a city hall. Our hotel is just right behind. Oh, really? Very central. Really central. Super central. ഞങ്ങളിവിടെ കാർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അന്ന് എയർപോർട്ടിൽ നിന്ന് എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ ഓറഞ്ച് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എല്ലാം ഇങ്ങനെ ഓറഞ്ച് യെല്ലോ ഒക്കെയാണോ. പക്ഷേ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും നല്ല നല്ല കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ്. നമ്മുടെ സ്യൂറിഹിലെ സ്റ്റാഡലോഫൻ ആ ഒരു ഓൾഡ് ടൗണിലേക്കൊക്കെ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഭയങ്കര വലുതാണ്. സ്യൂറിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, കുഞ്ഞ് ഒരു ഏരിയ ആണ് സ്യൂറിഹ്. പക്ഷേ ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ ടു കവർ. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇതുണ്ട് കൊളോസിയം പോലെ ഇരിക്കുന്ന വേറൊരു ബിൽഡിങ്, കൊളോസിയം അല്ല. എന്നാലും അതൊക്കെ കണ്ട് ഞങ്ങൾ ആ ഒരു നൈറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഇതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ്. എനിക്ക് പേര് ഓർമ്മയില്ല. അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ പോകരുത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ബിയർ കുടിക്കാനാണ് കയറിയത്. എനിക്കാണ് പയ്യൽ ഓർഡർ ചെയ്തത്. പക്ഷേ എല്ലാവരും കൂടെ കഴിച്ചു. പയ്യാസ് മിക്സ്ഡ് എന്താ പറയുക, റൈസും സീ ഫുഡും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. നോർമലി ഇവരത് ഉണ്ടാക്കുന്നത് സ്നെയിലും ചിക്കനും അതും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷേ നമുക്കാർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സീ ഫുഡ് പയലയാണ് നമ്മളെല്ലാവരും ഓർഡർ ചെയ്യണത്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ.
പക്ഷേ ഓരോ കടയിലും ഓരോ ടേസ്റ്റാണ്. ഇതങ്ങനെ ഭയങ്കര ബെസ്റ്റൊന്നും ആയിരുന്നില്ല. Waiting for the cab. She looks so pathetic. I definitely do. അങ്ങനെ തിരിച്ച് ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല, കാര്യം നല്ല ടയർഡായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ ഭക്ഷണം കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നമുക്ക് പുറത്ത് പോകണമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസും പിന്നെ പിസ്സ പോലെ ഇരിക്കുന്ന ഏതോ ഒരു ഡിഷും. പക്ഷെ അങ്ങനെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ കുറേ ഡിഷസ് ഇവിടെ ഉണ്ട്. നല്ല കോഫിയൊക്കെ കഴിച്ച് നമ്മൾ വെഡ്ഡിങ്ങിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റായിരുന്നു. ആൻഡ് ഫ്രം ദെയർ നമ്മൾ ഫ്രഷനപ്പായിട്ട് നേരെ എയർബിഎംപിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ലഗേജൊക്കെ വെച്ച്, എയർബിഎംപി ചെക്കിൻ ലേറ്റർ ഇൻ ദി ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഇന്നലെ കണ്ട ഫ്രണ്ട്സ് ഇല്ലേ അവരെയും പിക്ക് ചെയ്ത്, അല്ല അവർ നമ്മുടെ അടുത്തേക്ക് വരുമായിരുന്നു. എയർബിഎംപിയുടെ അങ്ങോട്ട് വന്നു. ആൻഡ് ദെൻ ഫ്രം ദെയർ വി ഡ്രോവ് ഫോർ ദ വെഡിങ്. അവരുടെ റൂമിൽ നിന്ന് വെഡിങ്ങിൽ അവർ ഹോട്ടലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡിങ് ഡിസൈൻ. അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സ് ചെയ്ത് വെഡിങ്ങിൽ എത്തിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ വെഡിങ്ങിൽ എടുത്തിട്ടുണ്ട്. കാര്യം ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ആൻഡ് സ്റ്റാർട്ടേഴ്സും മെയിൻ ഡിഷും എല്ലാം കഴിച്ച് ഭയങ്കര അടിപൊളിയൊരു വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഇതുപോലെ തന്നെ കോവർക്കറിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. പുള്ളിക്കാരിയും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ സ്യൂരിക്കിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പം എന്നെയും കൂടി ഫ്രണ്ട്സാട്ടോ. അപ്പം ഞാനും അതുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഡാൻസും പാടിയും എല്ലാം കഴിഞ്ഞു. സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ട് തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, പക്ഷെ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊരു ചേർച്ച് ഇവൻ്റ് ഒന്നും അല്ലായിരുന്നു. നമ്മളൊരു ഏരിയയിൽ നമ്മൾ വാൾസ് എടുത്തിട്ട് നമ്മൾ പാടിയും പിന്നെ ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പുറത്തായിരുന്നു സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ. വെഡ്ഡിങ്ങും പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേറ്റർ മെയിൻ കോഴ്സിലേക്ക് ഉള്ളിലേക്ക് കയറി. ഒരു 100 പേരൊക്കെയുള്ള ഒരു ചെറിയൊരു ഇവൻറ്റ്, പക്ഷേ അസാധ്യ പാർട്ടിയായിരുന്നു. ഡാൻസ് നിർത്തുന്നുണ്ടായിരുന്നില്ല രാത്രിയൊക്കെ. പക്ഷേ ദേ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഞാൻ പറഞ്ഞില്ലേ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട് വെൽ കോർഡിനേറ്റഡ് ഈവൻറ്റ്. ആൻഡ് അങ്ങനെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യായി. ഇതുണ്ട്, ഇത് വീലിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാട്ടോ. But I'm gonna have strawberries. പാതിരാത്രിയാണെങ്കിൽ പാവല് കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾ രാത്രി അവിടെ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത്, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്ത് നമ്മൾ നമ്മുടെ എയർപ്ലെയിനിലെത്തി. ഇതാണ് നമ്മുടെ എയർപ്ലെയിനിൻ്റെ ബാൽക്കണിയുടെ വ്യൂ. എന്തായാലും നല്ല ടയർഡായിട്ട് പിറ്റേ ദിവസവും ഞങ്ങൾ നല്ല ടയർഡാണ്. പക്ഷേ വ്ളോഗ്സ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.